നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ടുള്ള സംഗീത ആൽബം വൈറലാകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ പാശ്ചാത്യ സംഗീതത്തിൻ്റെ അകമ്പടിയിലാണ് സ്തുതിച്ചുകൊണ്ട് വീഡിയോ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. പിണറായി വിജയൻ നാടിൻ്റെ അജയൻ എന്ന് തുടങ്ങുന്ന പാട്ടിൽ തീയിൽ കുരുത്ത കുതിര, കൊടുങ്കാറ്റിൽ പറക്കും കഴുകൻ, മണ്ണിൽ മുളച്ച സൂര്യൻ, മലയാള നാടിൻ്റെ മന്നൻ എന്ന് തുടങ്ങി മാസ്, ക്ലാസ്, പുലി, സിംഹം, നായകൻ, പടച്ചേവകൻ എന്നെല്ലാമുള്ള വിശേഷണങ്ങൾ നൽകുന്നുണ്ട് മുഖ്യമന്ത്രിക്ക്. ഇതിനകത്ത് കഴുകൻ എന്ന ആ ഒരു വിശേഷണം മാത്രം അല്പം നെഗറ്റീവായി പോയി എന്ന് മാത്രം. അതിനെക്കുറിച്ച് ഇത് പാട്ട് എഴുതിയവർക്കും സംഗീതം കൊടുത്തവർക്കും കൃത്യമായ ധാരണ ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. കഴുകൻ എന്നാൽ ഒരു നെഗറ്റീവ് ബിംബമാണ്. ജഡങ്ങൾ തിന്നുന്ന വ്യക്തിയാണ് കഴുകൻ. കഴുകൻ കണ്ണുകൾ എന്നൊക്കെ പറയുന്നത് നെഗറ്റീവായി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒരു കഴുകനായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ഒരു പാട്ട് എഴുതിയതിൻ്റെ സാങ്കത്യം സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. രാവണനെ പോലെ 10 തലയുണ്ടെന്നും പല അടവുകൾക്ക് ഗുരുവാണെന്നുമെല്ലാം ഈ പാട്ടിൽ പാടി പുകഴ്ത്തുന്നുണ്ട്. ഇടതുപക്ഷ പക്ഷികളിൽ ഫീനിക്സ് പക്ഷിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വിശേഷണവുമുണ്ട്. CPMൻ്റെ റെഡ് വോളണ്ടിയർമാർ ഈ ഒരു പാട്ടിനിടയിൽ വേഷം ധരിച്ച് നൃത്തം ചെയ്യുന്നുണ്ട്. പിണറായി വിജയൻ്റെ കൂറ്റൻ ചിത്രം ഇടയ്ക്കിടെ കാണിക്കുന്നുമുണ്ട്. ഒരു സ്വകാര്യ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ ഇറക്കിയിരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി സ്തുതിക്കുന്ന പാട്ടുമായി പാർട്ടിക്കാരായ വനിതകൾ തിരുവനന്തപുരത്ത് 1 വർഷം മുൻപ് തിരുവാതിര കളിച്ചത് വലിയ ചർച്ചയായിരുന്നു. ഇന്നീ കേരളം ഭരിച്ചിടും പിണറായി വിജയൻ എന്ന സഖാവിന് 100 കോടി അഭിവാദ്യങ്ങൾ, ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂതൻ പിണറായി വിജയൻ എന്ന സഖാവ് തന്നെ തുടങ്ങിയ വരികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് നിരവധി വനിതകൾ പിണറായി വിജയനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് പാറശാലയിൽ തിരുവാതിര കളി നടത്തിയത്. വ്യക്തിപൂജ എന്ന രീതിയിൽ ഒരു തരത്തിലും ഉള്ള വിശേഷണങ്ങൾ പാടില്ല എന്ന പാർട്ടി തീരുമാനത്തെ മറികടന്നുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് എന്ന പരാതി ചില പാർട്ടിക്കാർക്കും ഉണ്ട്. നേരത്തെ ഇപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാനായ P. ജയരാജനെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് PJ ആർമി എന്ന സംഘം പാട്ടുകൾ എഴുതുകയും അത് നാടൊട്ടുക പ്രചരിക്കുകയും ചെയ്തിരുന്നു. അന്ന് ശക്തമായ എതിർപ്പാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. P. ജയരാജനെ വ്യക്തിപൂജ ചെയ്തുകൊണ്ട് ചില ആളുകൾ നടത്തുന്ന ഇത്തരം പരിപാടികൾ ഒഴിവാക്കണമെന്ന് ശക്തമായ നിർദ്ദേശം അന്ന് പാർട്ടി നൽകിയിരുന്നു. അന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പാർട്ടി സെക്രട്ടറി. ഇന്നിപ്പോൾ പാർട്ടിയുടെ ചുമതലയുള്ള പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇത്തരം പാട്ടുകളിലൂടെ നൃത്തരൂപങ്ങളിലൂടെയൊക്കെ പാടി പുകഴ്ത്തുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ CPM ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയം. ഇനിയും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം പിണറായി സ്തുതിഗീതങ്ങൾ പലതായി പുറത്തുവരും എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. ഇത് ചില പാർട്ടിക്കാർ തന്നെ പണം കൊടുത്ത് ചെയ്യിച്ചതാണ് എന്ന പരാതിയും ആരോപണവും ഉയരുന്നുണ്ട്. ഒരാൾക്ക് ഒരാളെ സ്തുതിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സ്തുതിക്കാം. പക്ഷേ ഒരു പാർട്ടി ഘടകത്തിലെ ഒരു ചുമതലയുള്ള മുഖ്യമന്ത്രി കൂടിയായ പിണറായി വിജയനെ ഇത്തരത്തിൽ പാടി പുകഴ്ത്തുന്നത് ശരിയായ ഒരു രാഷ്ട്രീയ നടപടിയാണോ എന്ന ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു.